നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അഥവാ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡിങ്, പ്രൈസ് ആക്ഷൻ ട്രേഡിങ് എന്നൊക്കെ പൊതുവെ പറയുന്ന ഈ ട്രേഡിംഗ് സ്റ്റൈല് നമുക്ക് എങ്ങനെ വിജയകരമായിട്ട് നടപ്പിൽ വരുത്താം. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ലൈൻസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഓർഡർ ബ്ലോക്ക് എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാകും. അത് നമുക്കൊന്ന് വിശദീകരിച്ച് തരാം. ഒപ്പം തന്നെ ഈ കാണുന്ന ഓരോ ലൈനുകളും സപ്പോർട്ടും റെസിസ്റ്റൻസുമാണ്. അറ്റ് ദ സെയിം ടൈം തന്നെ അതൊരു ഓർഡർ ബ്ലോക്കും കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. പ്ലസ് നമ്മൾ ജേണൽ എഴുതേണ്ടതിൻ്റെ ആവശ്യകത, റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ ജേണൽ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് നഷ്ടമാണ് വരുന്നത്, അങ്ങനെ നമ്മൾ 100% വിൻ റേഷ്യോ ഇല്ലെങ്കിൽ 70% വിൻ റേഷ്യോ ഇല്ലെങ്കിൽ 50% വിൻ റേഷ്യോ ഏതൊരു സ്ട്രാറ്റജി ആയിക്കോട്ടെ, എത്ര പെർസെൻറ്റേജ് വിൻ റേഷ്യോ കിട്ടുക എന്നത് മാത്രമല്ല കാര്യം, മറിച്ച് മറ്റ് പലതുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റി 50യുടെ മൂവ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ട് ആരംഭിക്കാം. എന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ നിഫ്റ്റി 50 ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് 0.5% പോലും മൂവ് ചെയ്തിട്ടില്ല. അതായത് 100 പോയിൻറ്റിൻ്റെ മൂവ് അത് കൊടുത്തിട്ടില്ല. സോ മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും ഇതിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ 5ഓളം സ്റ്റോക്കുകളാണ് എല്ലാ ദിവസവും നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് തന്നെ 2 വിധത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ട്രെൻഡിനെ ഫോളോ ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ചെയ്യാം. അതല്ല എങ്കിൽ ട്രെൻഡ് റിവേഴ്സൽസ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ട്രെൻഡ് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യം ഒരു ട്രെൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ദിവസം ഒരു ട്രെൻഡ് മാർക്കറ്റിൽ കാണുന്നില്ല, മറിച്ച് ഇതൊരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഒന്നെങ്കിൽ അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, അത് രണ്ടുമല്ല എങ്കിൽ സൈഡ് വേസ്. പൊതുവെ മാർക്കറ്റ് ഇങ്ങനെയാണല്ലോ നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ട്രേഡിംഗ് ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭൂരിഭാഗവും വരുന്നത് സൈഡ് വേസ് മാർക്കറ്റാണ്. അതിനുശേഷം ഒരു ഭൂരിഭാഗത്തിൻ്റെ ബാക്കി പോർഷൻ വരുന്നത് 50-50% എന്ന നിലയിൽ ഒരു അപ്പ് ട്രെൻഡ് വരുന്നുണ്ടാവാം, ഡൗൺ ട്രെൻഡ് വരുന്നുണ്ടാവാം. ഇനി ഈ ട്രെൻഡ് എന്ന് പറയുന്നത് അത് ഓരോ സീസൺ അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചധികം കാലം അപ്പ് ട്രെൻഡിലാവാം, കുറച്ചധികം കാലം ഡൗൺ ട്രെൻഡിലാകാം. എന്നൊക്കെ പറഞ്ഞാലും ഒരു വർഷത്തെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ കൂടുതൽ ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് സൈഡ് വേസ് മാർക്കറ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. സോ ദാറ്റ് ഒരു ട്രെൻഡ് ഫോളോവറെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിന് എൻട്രി ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ട്രേഡിംഗ് ചെയ്യാൻ പറ്റാത്ത ധാരാളം ദിവസങ്ങൾ ഒരു ട്രെൻഡ് ഫോളോവിങ് ട്രേഡർക്ക് ഉണ്ടാവാം. ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ടെസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് അത് എടുത്തൊന്ന് നോക്കാവുന്നതാണ്. കഴിഞ്ഞ ഡിസംബറിന് മുന്നെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 7-8 ദിവസമൊക്കെ നമുക്ക് ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ട്രെൻഡ് ഫോളോവിങ് ആണെങ്കിൽ അത് ട്രെൻഡ് ആയാൽ മാത്രമേ ആ ദിവസം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് ആവുന്ന ദിവസങ്ങളിൽ പോലും മാർക്കറ്റ് ഒരു മനിപ്പുലേഷന് ശേഷമായിരിക്കും അത് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് ആ മനിപ്പുലേഷൻ ഒന്നെങ്കിൽ അതൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡേ ലോ ക്രിയേറ്റ് ചെയ്യാം. അവിടുന്ന് ലോയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതുവരെയുള്ള അന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ട്രെൻഡിങ് ആയിട്ട് അപ്പ് ട്രെൻഡിൽ മാർക്കറ്റ് പോവാം. അതല്ല എങ്കിൽ ഒരു മാനിപ്പുലേഷൻ നടത്തി ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോവാം. ഈ 2 സെനാരിയോയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്താൽ, അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതേസമയം നമ്മുടെ ഇത് കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് കണ്ട് തറവാക്കാം, അല്ലെങ്കിൽ ഈ ഭാഗം കുറച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോസ് ഇവിടെ ഓപ്പൺ ചെയ്തു എങ്കിൽ 2 പ്രൈസ് ആക്ഷൻ ലൈനുകൾക്ക് നടുവിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് എവിടെയാണ്. ഇവിടെ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യും. അത് ലിമിറ്റ് ഓർഡർ ആയിരിക്കും, ഒപ്പം തന്നെ അത് ബ്രാക്കറ്റ് ഓർഡർ ആയിരിക്കും. മുകളിൽ നമ്മളൊരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യും.
അതും ഈ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റ് ഓർഡർ ആയിരിക്കും, ബ്രാക്കറ്റ് ഓർഡർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഏത് സപ്പോർട്ട് ലൈനിലാണോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലാണോ മാർക്കറ്റ് ആദ്യം പോയി ഹിറ്റ് ചെയ്യുന്നത്, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എൻട്രി കിട്ടും. എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1:2 നമ്മൾ മിനിമം റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുമ്പോഴാണെങ്കിലും മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഫസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ നമ്മൾ സെൽ എൻട്രി ആയിരിക്കും വന്ന് പോകുന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. മിനിമം 1:2 റിസ്ക് റിവാർഡ് എടുക്കുക എല്ലാ ട്രേഡിലും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡുകൾ ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഇന്ന് ഈ പറയുന്ന ട്രേഡ് ചെയ്താൽ എന്ത് റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ONGCക്കകത്ത് ഇന്ന് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം ഓരോ ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണ് എന്ന് ഡൗട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ് മുകളിലേക്ക് നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാൻഡിൽ നമുക്ക് കാണാം ഭയങ്കരമായ ഒരു കമ്പാരിറ്റീവ്ലി ഒരു വലിയ ക്യാൻഡിലാണ്. അപ്പോൾ അതിൻ്റെ വോളിയം കൂടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്യാൻഡിൽ വന്നപ്പോൾ വലിയ വോളിയം ഉണ്ടായിരുന്നു. സോ ദാറ്റ് അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഇങ്ങനെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയും. ഇത് പ്ലേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് ടോട്ടൽ വോളിയം അല്ല, മറിച്ച് മാർക്കറ്റ് ഓർഡർ വന്നിട്ടുള്ള സെല്ലേഴ്സും ബയേഴ്സുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 67K ബയേഴ്സുണ്ട്, 59K സെല്ലേഴ്സേ ഉള്ളൂ. ഇനി തൊട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 89K ബയേഴ്സും വെറും 5000 സെല്ലേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഹ്യൂജാണ്. സോ ദാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനിയും ഇതുപോലെ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ സപ്പോർട്ട് വരയ്ക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും വോളിയം ഡിഫറൻസ്, മാർക്കറ്റ് ഓർഡർ ബയേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഏരിയയാണിത്. മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ്, അതായത് അഗ്രസീവ് സെല്ലിംഗ് ഇവിടെ കാര്യമായി നടക്കാത്തൊരു സ്ഥലമാണ്. സോ ദാറ്റ് ഇത് സപ്പോർട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയാണ് മാർക്കറ്റ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ താഴത്തൊരു ബൈ ഓർഡർ ഇടുന്നുണ്ടാവും, മുകളിലൊരു സെൽ ഓർഡർ ഇടുന്നുണ്ടാവും. ഇവിടെ നമുക്ക് കാണാം താഴത്തേക്ക് വന്ന് ഈ ബൈ ഓർഡർ ട്രിഗറായി. ബൈ ഓർഡർ ട്രിഗർ ആയതിനു ശേഷം മാർക്കറ്റ് പിന്നെ താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഓൾറെഡി 0.5% താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇതിൽ നമുക്കിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസേ ഹിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ലോസ്. നമ്മൾ ഈ 5 സ്റ്റോക്കുകൾ നോക്കുന്നതിൽ 5 ട്രേഡ് എടുക്കുന്നു നമ്മൾ ഒരു ദിവസം എന്ന് സങ്കല്പിച്ചാൽ 2 എണ്ണം പ്രോഫിറ്റ് വന്നാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വരും. കാരണം 1:2 വെച്ചിട്ട് 2 ട്രേഡ് പോസിറ്റീവിൽ എത്തുക എന്ന് പറയുമ്പോൾ 2 പോർഷൻ, അപ്പോൾ 2 പോർഷൻ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടും 1:2 ഹിറ്റ് ചെയ്താൽ. അപ്പോൾ 2 പോർഷൻ വെച്ചിട്ട് 2 ട്രേഡ് ഹിറ്റ് ചെയ്താൽ നമുക്ക് 4 പോർഷൻ പ്രോഫിറ്റ് കിട്ടും. 3 ട്രേഡ് ലോസ് വരിക എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ വീതം 3 ട്രേഡിൽ ലോസ് വന്നു. അപ്പം 3 പോർഷൻ നെറ്റ് ലോസ് വരും. അപ്പോൾ ഈ 4 പോർഷൻ പ്രോഫിറ്റിൽ നിന്ന് 3 പോർഷൻ ലോസ് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് നമുക്ക് 1 പോർഷൻ പ്രോഫിറ്റ് കിട്ടും. അതാണ് നമ്മളുടെ മാത്തമാറ്റിക്സ്. വിപ്രോയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് നോക്കാം. വിപ്രോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ വരച്ചേക്കുന്ന പ്രൈസ് ആക്ഷൻ ലൈനിനോട് ചേർന്നിട്ടാണ്, ഈ സപ്പോർട്ട് ലൈനോട് ചേർന്നിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് ദൂരത്തുനിന്ന് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒപ്പം തന്നെ അതിനൊരു വാലിഡിറ്റിയും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ തൊട്ടടുത്ത് ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈനിനെ ഇഗ്നോർ ചെയ്ത് കളയേണ്ടി വരും. പിന്നെ നമുക്ക് ഓർഡർ ഇടാവുന്ന സെൽ ഓർഡർ മുകളിൽ വെക്കാം, ബൈ ഓർഡർ താഴത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ലൈനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് കഴിഞ്ഞ ദിവസം ലൈവ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ താഴത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബൈ ഓർഡറാണ് ഇന്നിവിടെ ഹിറ്റ് ചെയ്യുക ആദ്യം. അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ്
പോയേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1:1 ജസ്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ 2 രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. കാരണം ഇവിടുന്ന് താഴത്തേക്ക് നല്ല രീതിയിൽ ബ്രേക്ക് തന്നു, ഇവിടെ ക്ലോസിങ് തന്നു. ഇവിടെ നമ്മളിപ്പോൾ വോളിയം പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ. അപ്പോൾ പ്രീവിയസ് ഡേ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴത്തെ വിസിബിൾ റേഞ്ച് വരുന്നത് കഴിഞ്ഞ ദിവസത്തെ അടക്കം വോളിയമാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 259 ബയേഴ്സും 257 സെല്ലേഴ്സുമാണ്. തൊട്ട് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ 270ഉം 349 ബയേഴ്സുമാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം നോക്കുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. അതെടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ആ ഏരിയയിലെ ഇന്നത്തെ ദിവസത്തെ മാത്രമായിട്ടുള്ള ഫിക്സഡ് റേഞ്ച് വോളിയം കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബയേഴ്സ് 17 സെല്ലേഴ്സ് 13. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ വന്നേക്കുന്ന ഇവിടെയാണ്. 88 ബയേഴ്സ് 69 സെല്ലേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സപ്പോസ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇതൊരു സപ്പോർട്ടാണ്, ഇതിന് മാർക്കറ്റ് വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ബിക്കംസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി മാറും എന്ന് നമുക്കറിയാം. ആ തിയറി പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴത്തെ ക്ലോസിങ് തന്നു, ഇത് ഈ ഒരു റേഞ്ചിൻ്റെ, ഈ പ്രൈസ് ആക്ഷൻ റേഞ്ചിൻ്റെ ഹാഫ് കട്ടും ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരുന്നു, അതിന് നമുക്ക് താഴത്തേക്ക് പുതുക്കി വെക്കാവുന്നതാണ്. അങ്ങനെ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളെന്ന് സങ്കല്പിച്ചാൽ, ഇവിടെ വരെ വരുമ്പോൾ അത് 1:1 എബോ കിട്ടിയിട്ടുണ്ട്. 1:2 കിട്ടണമെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴെ പോകേണ്ടതായിട്ടാണ് കാണുന്നത്. എനിവേ അതിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ, 1:2 കൊടുക്കുന്നുണ്ടോ എന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ ലോസ് കണ്ടു, ഇപ്പോൾ ഒരെണ്ണത്തിൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അത് ഏത് സൈഡിലേക്ക് എടുത്താലും, ഇവിടുന്ന് സെല്ല് ചെയ്താലും ഇവിടുന്ന് ബൈ ചെയ്താലും നെറ്റ് അതിപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പൺ ചെയ്തെടുത്തുനിന്ന് താഴത്ത് വന്ന് നമ്മുടെ സപ്പോർട്ട് ലൈനിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ സപ്പോർട്ട് ലൈനിൻ്റെ വാലിഡിറ്റി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ബയ്യേഴ്സ് ഇവിടെ 1 മില്യൺ ഉണ്ട് എങ്കിൽ സെല്ലേഴ്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഈ പോയിന്റിൽ 600 ഉണ്ടായിരുന്നുള്ളൂ. ഇനി തൊട്ട് താഴെ നോക്കിയാലും 1 മില്യൺ എബോ ബയ്യേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് 600 ഉള്ളൂ. അതായത് പകുതിയിൽ ഏകദേശം പകുതിയോളം മാത്രമേ സെല്ലേഴ്സ് ഉള്ളൂ ബയ്യേഴ്സിനെ അപേക്ഷിച്ച്. മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മാർക്കറ്റ് ഓർഡർ ബയ്യേഴ്സാണ്. അതായത് പ്രൈസ് പ്രശ്നമല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് നോക്കാതെ, ലിമിറ്റ് പ്രൈസ് നോക്കാതെ മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട് എന്നതാണ് അവിടെ കാണേണ്ടത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇന്നും മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആൾക്കാർ ബൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ ലിമിറ്റ് ബൈ ഇട്ട് വെക്കും. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ ചലിപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് കിട്ടേണ്ട ഒരു പ്രൈസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 294 10 പ്രൈസ് ആക്ഷൻ ലൈനുള്ളത്. സോ ദാറ്റ് നമുക്ക് 294 ഇടാം, അല്ലെങ്കിൽ 294 10 തന്നെ ഇടാം. എവിടെ ആയാലും കുഴപ്പമില്ല. നമ്മൾ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിച്ചേക്കുന്നത്, 294 10 എൻട്രി എടുത്തു എന്ന് കരുതുക. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 0.5% ആണ്. അതായത് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് വരെ മാർക്കറ്റ് മൂവ് ചെയ്താലേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇവിടെ സെല്ലേഴ്സിൻ്റെ ഇരട്ടിയോളം ബയ്യേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഇന്നത്തെ ദിവസവും ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് എന്നാണല്ലോ, ചരിത്രം ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ വീണ്ടും അതേ കാര്യം ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഇട്ടു. സോ ദാറ്റ് മുകളിലേക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ പോയത് ഹിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കവിടെ എക്സിറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് 1:2 റിസ്ക് റിവാർഡ് കിട്ടണം. 1:2 കിട്ടണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1% അത് മൂവ് ചെയ്യണം. അതായത് 297 രൂപയോളം, 97 രൂപ 5 പൈസയോളം പോയാലേ നമുക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഇന്ന് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടിയേക്കാം. മാർക്കറ്റ് നമ്മൾ കണ്ടു, ഇൻഡെക്സ് മൂവ് ചെയ്തേക്കുന്ന വളരെ ചെറിയ മൂവാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനി
ഈ റേഞ്ച് ബൗണ്ടായി നിലനിൽക്കുമോ അതോ ക്രോസ് ചെയ്ത് പോകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊന്നും കൂടെ ആ ഒരു റേഞ്ച്, വിസിബിൾ റേഞ്ച് വോളിയം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 25 ബയേഴ്സും 9 സെല്ലേഴ്സും. സോ ദാറ്റ് കമ്പാരിറ്റീവ്ലി ഇവിടെ ബയേഴ്സ് കൂടുതലുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ മാത്രം എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നത് 18 ബയേഴ്സും 2 സെല്ലേഴ്സുമാണ്. സോ സെല്ലേഴ്സ് അധികം ഇല്ല, അതായത് അഗ്രസീവ് സെല്ലിംഗ് ഇവിടെ നടക്കുന്നില്ല എന്നർത്ഥം. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ ഇരട്ടിയുടെ വ്യത്യാസമുണ്ട്. സോ ദാറ്റ് ഇനിയും മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഇതുപോലെ അഗ്രസീവ് ബൈയിങ് നടക്കുമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്, തെറ്റൊന്നുമില്ല. ഇനി നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ NTPC നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതിൽ പവർ ഗ്രിഡ് നമ്മൾ പ്രോഫിറ്റിൽ വരും, ONGC നമ്മൾ ലോസിൽ പോയി. ഇനി ഇപ്പോൾ NTPCയിൽ വരുമ്പോൾ നമുക്ക് തോന്നും ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, താഴത്ത് വന്ന് ഹിറ്റ് ചെയ്താൽ നമുക്ക് അവിടെ ബൈ ചെയ്യാം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ടച്ച് സെൽ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ബൈ എടുത്തു. അതിന് ശേഷം ഇത് ഇന്ന് ഹൈ പോയേക്കുന്നത് 1:3 അടുത്ത് വരെ അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1:2 കിട്ടിയാൽ മതി. അത് ഏകദേശം ഈ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് 1:2 അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ട്രേഡ് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പവർ ഗ്രിഡിൽ നമ്മൾ പ്രോഫിറ്റ് കിട്ടും എന്ന് നമ്മൾ കണ്ടു. വിപ്രോയിൽ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണുള്ളത് ഏത് സൈഡിലേക്കാണെങ്കിലും. ഇതിനകത്ത് ഇപ്പോൾ ലോസ് പോയാലും ONGC ലോസ് പോയി, ഇതിനകത്ത് ലോസ് പോയി. ഇനി പവർ ഗ്രിഡിലും ലോസ് പോയി എന്ന് കരുതിയാലും 3 ലോസ് പോയി. NTPCയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് BPCL. ഇതിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തത്. BPCL നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിച്ചേക്കുന്നത്? BPCL ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയാണ് ഇത് ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ എൻട്രി പോയിൻ്റ് വെച്ചത് ഫസ്റ്റ് ബൈ ഓർഡറാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തത്. നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ 345 ബൈ ഓർഡർ ഇട്ടിരുന്നത്. പക്ഷേ ഈ ക്യാൻഡലിൻ്റെ ലോ വരുന്നത് 345.5 അതായത് 5 പൈസയുടെ വ്യത്യാസത്തിൽ ആ ബൈ ഓർഡർ നമുക്കവിടെ കിട്ടിയില്ല. എനിവേ നമുക്കിവിടെ ബൈ ഓർഡർ കിട്ടിയിരുന്നുവെങ്കിൽ ഫസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്, ഓപ്പണിങ് ഇവിടെയായിരുന്നു, ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്കാണ് ഫസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ ദാറ്റ് നമുക്കവിടെ ബൈ കിട്ടിയിരുന്നെങ്കിലും നമുക്കിന്ന് റിസ്ക് ഒന്നുമില്ലായിരുന്നു. കാരണം ഇത് ഹൈ വരെ പോയേക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ 1.3% പോയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ബൈ ചെയ്തിരുന്നെങ്കിലും 1:2 അവിടെ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മുടെ ബൈ ഓർഡർ ട്രിഗർ ആയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബൈ ഓർഡർ ഇട്ടതിന് ശേഷം ഇവിടെ 348 രൂപയിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഡയലോഗ് ബോക്സ് എടുത്തു. ഡയലോഗ് ബോക്സ് എടുത്തതിന് ശേഷം നമ്മളിത് ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത്, നമ്മൾ സെല്ലാണ് അവിടെ വെച്ചിരുന്നത്, നമ്മൾ ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്ത് സെല്ല് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തിനുള്ളിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നിങ്ങൾക്കറിയാം നമ്മൾ ലിമിറ്റ് ഓർഡർ ഇവിടെ ഇടുവാണ്, പ്രൈസ് നിൽക്കുന്ന മുകളിലാണ് എങ്കിൽ ആ ഓർഡർ മാർക്കറ്റ് ഓർഡറായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഒന്നുകൂടെ പറയാം, ഈ ലെവലിൽ ലിമിറ്റ് ഓർഡർ നമ്മൾ ഇടുവാണ്, അറ്റ് ദ സെയിം പ്രൈസ് നിൽക്കുന്നത് ആ ലെവലിന് മുകളിലാണെങ്കിൽ, നമ്മളിവിടെ സെൽ ഓർഡറാണ് ഇടുന്നതെങ്കിൽ അതിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഓർഡർ ലിമിറ്റിന് പകരം മാർക്കറ്റ് ഓർഡറാക്കി മാറ്റി എക്സിക്യൂഷൻ നടക്കും. അങ്ങനെ നടന്നത് കൊണ്ടിട്ടാണ് നമുക്കിന്ന് കിട്ടിയ പ്രൈസ് ഇതിലും കുറച്ച് മുകളിലേക്ക് കയറി 348.50 നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 150 ക്വാണ്ടിറ്റി നമ്മളിവിടെയാണ് ഓർഡർ ഇട്ടതെങ്കിലും മാർക്കറ്റ് ഓർഡറായി മാറി അത് 348.50 ഓർഡർ പ്ലേസ് ആയി. സ്റ്റോപ്പ് ലോസ് വന്നത് ഇവിടെയാണ്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ എൻട്രി കിട്ടിയതിന് ശേഷം സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ അത് പോയി, അവിടുന്ന് താഴേക്ക് വീണ്ടും പോരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ക്യാൻഡലിൽ തന്നെ നമ്മളുടെ 1:1 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നു, ഈ ഡോട്ടഡ് ലൈൻ 0.5% ആണത്. അപ്പോൾ അത് ആ ക്യാൻഡലിൽ തന്നെ 1:1 എബോവ് മാർക്കറ്റ് മൂവ് ചെയ്തു. അതിന് ശേഷം നമുക്ക് കാണാം ആ ക്യാൻഡിൽ തന്നെ നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിരുന്നു. അപ്പോൾ 345 നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. 345.05 പൈസ വരെ ആ ക്യാൻഡിലിൽ തന്നെ വന്നു. അതായത് നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് 5 പൈസ വ്യത്യാസത്തിൽ വന്നിട്ട്
മാർക്കറ്റ് ഇവിടുന്ന് കണ്ടോ തിരിഞ്ഞു പോവുകയായിരുന്നു, നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല. അത് പോയതിന് ശേഷം അത് വീണ്ടും തിരികെ വന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ 5, 10, 15 മിനിറ്റിന് ശേഷം അത് വീണ്ടും വന്നിട്ട് നമ്മുടെ ടാർഗറ്റിൻ്റെ ഇവിടെ വന്ന് നമ്മുടെ ടാർഗറ്റ് തരികയാണ് ചെയ്തത്. ആ സമയത്ത് നമ്മളുടെ മാർക്കറ്റ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. 345 നമ്മളുടെ ഓർഡർ ഉണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ടാർഗറ്റ് 345 അതേ പ്രൈസിൽ ഇവിടെ കാണാം 161 പേരുടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടെ ക്വാണ്ടിറ്റി 25,000 ക്വാണ്ടിറ്റിയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 42,000 ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്, 345, 60. അപ്പോൾ മുകളിലേക്ക് വലിക്കുന്ന 42,000 പേരും താഴത്തേക്ക് വലിക്കുന്ന ഏകദേശം 25,000 പേരുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് പ്രസക്തിയൊന്നുമില്ല, കാരണം നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 1:2 ടാർഗറ്റ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം ഇത് ലിക്വിഡിറ്റിയാണ്. നമ്മൾ ഈ കാണുന്നത് ഹ്യൂജ് ഓർഡേഴ്സ് എവിടെ കാണുന്നോ അങ്ങോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിന് ആ ലിക്വിഡിറ്റി എടുക്കണം. അപ്പോൾ എവിടെയാണോ കൂടുതൽ ഓർഡർ കിടക്കുന്നത് അവിടെയൊക്കെ പോയി അതെടുക്കുക എന്ന ഒരു പ്രക്രിയയാണ് മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലിമിറ്റ് ലിക്വിഡിറ്റിയാണ്, ലിമിറ്റ് ഓർഡേഴ്സാണ് നമ്മളീ കാണുന്നത്. നമ്മളിട്ട ഓർഡർ അടക്കം കൂടിയിട്ടുള്ള മൊത്തം ക്വാണ്ടിറ്റിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് മാത്രമേ മാർക്കറ്റിന് ഡിസ്പ്ലേ ചെയ്ത് നമ്മളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് ഒരാൾ മാർക്കറ്റ് ഓർഡർ എടുക്കാൻ പോവുകയാണെങ്കിൽ അത് നമുക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അത് ആ മനുഷ്യന് മാത്രമേ എടുക്കാൻ അറിയത്തുള്ളൂ, എത്ര ക്വാണ്ടിറ്റി അയാൾ ഏത് സമയത്ത് എടുക്കും. അപ്പോൾ അങ്ങനെ വന്ന മാർക്കറ്റ് ഓർഡർ എത്രയാണെന്ന് അറിയണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നോക്കുക എന്നതേ മാർഗ്ഗമുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊന്നും ലിമിറ്റല്ല. ഇതിവിടെ കാണാം. നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ എൻട്രി എടുത്ത ഭാഗത്ത് ഇന്നുണ്ടായിരുന്ന അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ അവസ്ഥയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വിസിബിൾ റേഞ്ചിൽ കാണിക്കുന്ന 321, അതായത് ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ 321 ബയ്യേഴ്സും സെല്ലേഴ്സ് വെറും 48 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 321K എഗെയിൻസ്റ്റ് 48K സെല്ലേഴ്സ് ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ സെല്ല് ചെയ്തു? മുന്നേ പറഞ്ഞ കാര്യമാണ്, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നും അത് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ, അതർവൈസ് സെല്ല് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസിങ് തരണമായിരുന്നു. അങ്ങനെ ക്ലോസിങ് തന്നാൽ പിന്നെ ഇത് സപ്പോർട്ടായി മാറുമായിരുന്നു. പക്ഷേ ഇത് അവിടെ വന്ന് ഹിറ്റ് ചെയ്യപ്പോൾ തന്നെ നമ്മൾ സെല്ല് ചെയ്തു. സോ ദാറ്റ് ആ ക്യാൻഡിൽ താഴെ തന്നെ ക്ലോസിങ്ങും തന്നു. പിന്നെ നമുക്ക് അനുകൂലമായൊരു മൂവാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ പോയിട്ട് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഏകദേശം 9:30 നമുക്കപ്പോൾ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു ഈ 5 സ്റ്റോക്കുകളിൽ 2 എണ്ണത്തിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ബാക്കി 3 എണ്ണത്തിൽ ലോസ് കിട്ടി എന്ന് വിചാരിച്ചാൽ പോലും, എല്ലാം ലോസിലേക്ക് ആയിട്ടില്ല, എനിവേ ലോസ് കിട്ടിയെന്ന് വിചാരിച്ചാൽ പോലും നെറ്റ് നമ്മൾ പ്രോഫിറ്റബിളാണ്. അപ്പോൾ ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി കൊണ്ടുള്ള ഒരു ഗുണം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് എല്ലാ ദിവസവും തന്നെ ഒരു എൻട്രി ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഒപ്പം തന്നെ ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജികളുടെ പ്രോബബിലിറ്റി ഓഫ് വിൻ റേഷ്യോ എന്ന് പറയുന്നത് 54% ആണെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽസിൻ്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് 72%. ബൈ ഡിഫോൾട്ട് 20% വ്യത്യാസം ട്രെൻഡ് ട്രേഡിങ്ങിനും ട്രെൻഡ് റിവേഴ്സലും തമ്മിലുണ്ട്. അപ്പോൾ കൂടുതൽ സാധ്യതയുള്ളത് ട്രെൻഡ് റിവേഴ്സലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, നമ്മൾ പലവിധ സ്ട്രാറ്റജികൾ ചെയ്തു നോക്കിയപ്പോഴും നമുക്കൊരു 50% വിൻ റേഷ്യോ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്തപ്പോൾ നമുക്ക് പല മാസങ്ങളിലും 57% വരെയൊക്കെ നമ്മൾ അത്രയ്ക്ക് എക്സ്പെർട്ട് ട്രേഡറൊന്നും ആയിട്ടില്ല, നമുക്ക് ഇനിയും എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും നമുക്ക് അത്രയും സാധ്യത, വിജയ സാധ്യത 57% വരെ കിട്ടി എന്നുള്ളതാണ്. സാധ്യതയല്ല, നമുക്ക് അത്രയും വിൻ റേഷ്യോ കിട്ടി. അപ്പോൾ 50% വിൻ റേഷ്യോ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ 50% വിൻ റേഷ്യോ, അതായത് ഒരു മാസത്തിൽ പകുതി 10 ട്രേഡ് വിന്നും 10 ട്രേഡ് ലോസും അടിച്ചാൽ നമുക്ക് നെറ്റ് ഇവിടെ പ്രോഫിറ്റായിട്ട് 25% കാണിക്കേണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസം നമുക്ക് 50% കിട്ടിയപ്പോൾ ഇവിടെ എല്ലാ മാസവും നമുക്ക് കൃത്യമായി 1:2 റിസ്ക് റിവാർഡ് കിട്ടിയില്ല. എന്നിരുന്നാൽ പോലും 20% പ്രോഫിറ്റ് നമുക്കവിടെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എടുത്തേക്കുന്ന ട്രേഡുകളുടെ എണ്ണം മൊത്തം 3, 2,
5 ട്രേഡ്, ഈ 5 ട്രേഡിൽ 2 വിജയമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടി എന്നതൊരു ആശ്വാസമാണ്. അപ്പോൾ 40% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ നെറ്റ് ഇപ്പോൾ 3% പ്രോഫിറ്റിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അത്ര തന്നെയുള്ളൂ. വിജയ ശതമാനം എന്ന് പറയുന്നത് നമുക്കൊരു 40% എങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മാസം നെറ്റ് 10%ലേക്ക് വരുന്നുണ്ടാകും. 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഒരു മാസം നമ്മൾ ചെയ്യുന്നത് 8.3% ആണ്. ബിക്കോസ് ഒരു വർഷം 100% പ്രോഫിറ്റ് എടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് മുകളിൽ കിട്ടാൻ നമുക്ക് 40% വിൻ റേഷ്യോ മതി. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ 40% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്തെടുത്തതും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചതും നമ്മൾ ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷമാണ്. ട്രേഡ് ചെയ്ത് തുടങ്ങിയ കാലത്ത് ഏകദേശം ഒരു 2-2.5 കൊല്ലത്തോളം ജേണൽ എഴുതുന്നൊരു ശീലമില്ലായിരുന്നു. എന്നാണ് ജേണൽ എഴുതി തുടങ്ങിയത്, അപ്പോൾ മാത്രമാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ട്രേഡിൽ വന്നുകൊണ്ടിരുന്നത് എന്നത് മനസ്സിലാക്കാൻ പറ്റിയത് ജേണൽ എഴുതിയതിന് ശേഷമാണ്. കാരണം നമ്മൾ ഇന്ന് എന്താണ് ചെയ്തതെന്ന് 2 ദിവസം കഴിഞ്ഞ് ഇല്ല 10 ദിവസം കഴിഞ്ഞ് ആലോചിച്ചാൽ നമുക്ക് ആർക്കും ഓർമ്മയുണ്ടാകത്തില്ല. മറവി മനുഷ്യത്തെ സഹജമാണ്. എന്നാൽ നമ്മളതൊരു റെക്കോർഡായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി. ഇതിപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഒരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരൊറ്റ ട്രേഡ് എടുത്തുകൊണ്ട് നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് നമുക്കിവിടെ വിജയിക്കാൻ പറ്റുന്നത് എന്നത് നമ്മൾ ഈ ജേണലിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഇനി ഓവർ ട്രേഡ് ചെയ്താൽ നഷ്ടം വരുമെന്ന് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവത്തില്ല. കാരണം ഒരു ട്രേഡ് ലോസ് അടിച്ചാൽ പിന്നെയും ട്രേഡ് എടുത്ത് പ്രോഫിറ്റിൽ വരാമല്ലോ എന്നായിരിക്കും സ്വാഭാവികമായും ഏതൊരാളും ചിന്തിക്കുക. പണ്ട് ഞാനും അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റും, മുന്നിലത്തെ ഒരു 200 ദിവസം നമ്മൾ ട്രേഡ് ചെയ്ത സമയത്ത് നമ്മൾ ടോട്ടൽ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ആകെ കിട്ടിയത് വളരെ ദാരുണമായ ഒരു ലെവൽ ഓഫ് പ്രോഫിറ്റാണ്. നമ്മളിവിടെ പ്രോഫിറ്റിലാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാർജസ്, ഈ പ്രോഫിറ്റിനകത്ത് നമ്മൾ ചാർജസ് ഒന്നും കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത ദിവസങ്ങളാണ് ഇതൊക്കെ. 396, അതായത് ഇവിടെ നമുക്ക് വരുത്താവുന്ന റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 150 രൂപ 160 രൂപയാണ്. അവിടെ 242 രൂപ കൊടുത്തു എങ്കിൽ നമ്മളന്ന് ഓവർ ട്രേഡ് ചെയ്തു എന്നർത്ഥം. ഇവിടെ നമ്മൾ 390 കൊടുത്തെങ്കിൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്തു. ഇത് ഓവർ ട്രേഡാണ്, ഇത് ഓവർ ട്രേഡാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുമ്പോൾ നമ്മൾ നഷ്ടത്തിലേക്ക് പോകുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇവിടെയൊക്കെ ഓവർ ട്രേഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളിത് എഴുതി വെച്ചത് കൊണ്ടാണ്. നമ്മളിത് എഴുതി വെക്കുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും നമ്മളിതൊന്നും തിരിച്ചറിയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 7% പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നമ്മൾ മൊത്തം എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ പല ദിവസങ്ങളിൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് ആ മാസം ആ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 14% നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കാരണം ഈ മാസങ്ങളിൽ നമ്മൾ കൃത്യമായ ട്രേഡിൻ്റെ എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓവർ ട്രേഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ദിവസം മാത്രമേ നമ്മൾ ഓവർ ട്രേഡ് ചെയ്തതായിട്ട് ഇവിടെ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് 14% പ്രോഫിറ്റിലേക്ക് വന്നു. അപ്പോൾ എപ്പോഴാണോ ട്രേഡിൻ്റെ എണ്ണം കൂടുന്നത് നഷ്ടസാധ്യത കൂടുന്നു, ട്രേഡിൻ്റെ എണ്ണം കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളിതുപോലെ ജേണൽ എഴുതി തുടങ്ങിയത് കൊണ്ടാണ്. ഒരുപക്ഷേ 5, 6, 2, 3 എത്ര ആയിക്കോട്ടെ, ട്രേഡ് തുടങ്ങിയിട്ട് നിങ്ങൾ എത്ര വർഷമായ ആളാണെങ്കിലും നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങുന്നില്ല എങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ജേണൽ എന്ന് എഴുതി തുടങ്ങുന്നു അന്ന് തൊട്ട് നിങ്ങളുടെ ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. പല ആൾക്കാർ, വിജയിച്ച ട്രേഡേഴ്സും ജേണൽ എഴുതേണ്ടതിൻ്റെ പ്രാധാന്യങ്ങൾ അവരുടെ പല വീഡിയോയിലും പറഞ്ഞത് കഴിഞ്ഞ 2.5-3 കൊല്ലത്തിനുള്ളിൽ പലതവണ ഞാനും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ മടി കാരണം അത് എഴുതുന്നില്ലായിരുന്നു. അത് എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വ്യക്തമായ ധാരണയില്ലായിരുന്നു. അപ്പോൾ വിജയം വരുന്നില്ല. അപ്പോൾ എന്ത് കാരണം, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതുവരെ എന്താ ചെയ്യാത്തത്, എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് എഴുതി നോക്കാം എന്ന കണക്കിന് വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കിയാണ്. കുറച്ച് മെനക്കേടുണ്ട്, ക്ഷമ വേണം. ക്ഷമയുള്ളവർക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. ട്രേഡിങ്ങിൽ മാത്രമല്ല, ജീവിതത്തിലെ മറ്റേത് മേഖലയിലാണെങ്കിലും ക്ഷമയുള്ളവർക്ക് കുറച്ച് വിജയസാധ്യത കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജേണൽ എഴുതി തുടങ്ങി. ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്താണ് ആക്ച്വലി നമ്മുടെ പ്രശ്നം. മറ്റൊരാൾ പറഞ്ഞു തന്നാൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മളത് സ്വയം തിരിച്ചറിഞ്ഞ് തന്നെ ആവണം. അങ്ങനെ തിരിച്ചറിയാൻ സാധിച്ച ജേണൽ എഴുതിയതുകൊണ്ടാണ്. സോ ദാറ്റ് നിങ്ങൾ വിജയത്തിലേക്ക് എത്തിയിട്ടില്ലാത്തൊരു ട്രേഡർ ആണെങ്കിൽ വിശ്വസിക്കുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ ഈ ജേണൽ നിങ്ങൾ എഴുതി തുടങ്ങുക. ഒരു 6 മാസം കഴിയട്ടെ,
നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാകും. ആ തിരിച്ചറിവിൽ നിന്നാണ് മുന്നോട്ടേക്കുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു 2.5-3 കൊല്ലത്തോളം നഷ്ടത്തിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു, കുറേ മാർക്കറ്റ് കണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഇങ്ങനെ പ്രോഫിറ്റിലേക്ക് വരാം എന്നുള്ളത് കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയാനും കോൺഫിഡൻസ് വർദ്ധിക്കാനും തുടങ്ങി ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക് യു.